യഥാർത്ഥത്തിൽ ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നതിന് ഒരു വർഷം മുമ്പാണ് ലോക ക്ലാസിക്കുകളുടെ ഒരു പ്രദർശനം 14 ജില്ലാ കേന്ദ്രങ്ങളിൽ നടത്തിയത്. അന്ന് ചിത്രലേഖ പോലും ഉണ്ടായിട്ടില്ല. അത് ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് കോൺഫറൻസ് ആലുവയിൽ നടന്നപ്പോൾ അവരുടെ ഒരു MKK നായരുടെയും CN ശ്രീകണ്ഠൻ നായരുടെയും ഒക്കെ ഒരു ആശയമായിരുന്നു. അന്ന് അടൂർ ഗോപാലകൃഷ്ണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പുറത്തിറങ്ങുന്ന കാലമാണ്. അപ്പോൾ അടൂരിനെയാണ് അതിൻ്റെ ഒരു ചുമതല അവരേൽപ്പിച്ചത്. അന്ന് നാഗർകോവിൽ നമ്മുടെ ഭാഗമല്ലെങ്കിലും പഴയ തിരുവിതാംകൂറിൻ്റെ ഒരു ഓർമ്മയിൽ നാഗർകോവിൽ കൂടി ഒരു കേന്ദ്രമാക്കി മറ്റുണ്ടായിരുന്ന ജില്ലാ തലസ്ഥാനങ്ങളിൽ എവിടെയൊക്കെ ലോക ക്ലാസിക്കുകൾ അന്ന് വരെ ഇറങ്ങിയിട്ടുള്ള ക്ലാസിക്കുകളുടെ ഒരു നല്ല ശേഖരം സംഘടിപ്പിച്ച് പ്രദർശിപ്പിച്ചു. അതിലാണ് കേരളത്തിലെ സിനിമാ ആസ്വാദകർ ഇത്തരം വേൾഡ് ക്ലാസിക്കുകളുടെ ആദ്യ പ്രദർശനം കാണുന്നത്. അടുത്ത കൊല്ലം 1967 ചിത്രലേഖ രൂപീകരിച്ച് തിരുവനന്തപുരം കേന്ദ്രമാക്കി അതിൻ്റെ പ്രദർശനങ്ങൾ നടത്തി ആളുകളെ നല്ല സിനിമയുടെ ഒരു പ്രേക്ഷകരായി മാറ്റുകയും ഒരു പ്രേക്ഷക സമൂഹം ഫിലിം സൊസൈറ്റികളിലൂടെ ഉണ്ടാവുകയും ചെയ്തു. ചിത്രലേഖയെ മാതൃകയാക്കി അങ്ങോളം ഇങ്ങോളം ഫിലിം സൊസൈറ്റികൾ ഉണ്ടാകുകയും മറ്റ് പൊതു സിനിമകൾ കണ്ടിരുന്നവരൊക്കെ തന്നെ ഈ സിനിമകൾ നല്ല സിനിമകൾ കാണുന്ന ആളുകളായി ഫിലിം എന്തൂസിയാസ്റ്റായി മാറുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ ഒരു എഡിഷൻ 87 തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. അതിങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി. അതോടുകൂടി ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളത്തിൽ നടത്തിയാൽ എന്നുള്ള ഒരു ആലോചന ഇതുപോലെയുള്ള സംഘാടകരുടെ മനസ്സിലെത്തി. പക്ഷെ അന്നത് മെറ്റീരിയലൈസ് ചെയ്തില്ല. EK നായനാരുടെ മന്ത്രിസഭയായിരുന്നുവെങ്കിലും അവരതിന് നാന്ദി കുറിച്ചു. അതിൻ്റെ ഒരു തുടക്കം അവിടെയാണ് ഈ ഓപ്പൺ ഫോറം ഒക്കെ ആരംഭിച്ചത് ആദ്യമായിട്ട്. അത് നയനാർ സർക്കാർ നല്ല സപ്പോർട്ടീവായിരുന്നു അതിന്. പിന്നീട് ഇത് വളർന്ന് ഇതുപോലെ തന്നെ ഈ ഫിലിം സൊസൈറ്റി പ്രദർശനങ്ങളൊക്കെ ഒന്ന് വീക്കനായി 90കളെത്തി. 95 KSFDCയുടെ തിയേറ്ററുകളൊക്കെ ഇങ്ങനെ കോഴിക്കോടും തിരുവനന്തപുരത്തുമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു അന്തർദേശീയ ചലച്ചിത്രോത്സവം കേരളത്തിലും നടത്തിയാൽ മറ്റേത് നടന്നതിൻ്റെ ഒരു ചൂട് മാറുന്നതിന് മുമ്പ് IFFI നടക്കുന്നതിന് മുമ്പ് IFFK നടത്താനായിട്ടുള്ള ഒരു തീരുമാനം നടത്തി. അന്ന് നാഷണൽ ഫിലിം ആർക്കൈവിൻ്റെ ഡയറക്ടർ PK നായരുടെ സഹായത്തോടുകൂടി ആർക്കൈവ്സ് ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാണ് ആദ്യത്തെ ഫെസ്റ്റിവൽ കോഴിക്കോട് നടത്തിയത്. അന്ന് അതിനകത്തുള്ള ഒരു കോൺട്രിബ്യൂഷൻ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന സൈലൻറ്റ് ഫിലിം അവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആദ്യമായിട്ട്. അത് PK നായരുടെ ഒരു ഉത്സാഹത്തോടു കൂടി അതിൻ്റെ പ്രിൻ്റ് വരികയും അത് അവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തു. പിന്നെ ബാക്കി ആർക്കൈവ്സ് ഫിലിമാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് അതിനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. അത് ഒരു കുറച്ചുകൂടി മോഡിഫൈഡ് ആർക്കൈവ് സിനിമയിൽ നിന്നും എംബസികളുടെ സഹായത്തോടു കൂടി ചില ചിത്രങ്ങളും കൂടി ഉൾപ്പെടുത്തി അത് നടത്തി. മൂന്നാമത്തെ ഫിലിം ഫെസ്റ്റിവൽ അതും പിന്നെ തിരുവനന്തപുരത്താണ് നടന്നത്. KSFDCയുടെ ചുമതലയിൽ തന്നെ അതും കൂടി നടന്നു. അതിൻ്റെ ചീഫ് കോർഡിനേറ്ററായിരുന്നു ഞാൻ. ചെയർമാൻ P. ഗോവിന്ദപിള്ള. അദ്ദേഹം ചെയർമാനായിട്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിലും ഉത്സാഹത്തിലുമാണ് അത് നടത്തിയത്. അതിലാണ് നമ്മുടെ സനൂസി വന്ന വാഗ്വാദം ഉണ്ടായ. സിനിമ
ക്രിസ്ത്യാനിറ്റിയും കമ്മ്യൂണിസ്റ്റും തമ്മിലുള്ള അതെ 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 അതുപോലെ ആ, സിനിമ അതിനകത്തുണ്ടായിരുന്നു. ആ, മിറക്കിൾ ദ റോബോട്ട് സിനിമയായിട്ട് പ്രദർശിപ്പിച്ചു. അതെ ക്രിസ്ത്യാനിറ്റിയെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ഒരു സിനിമ. അത് ടേക്കപ്പ് ചെയ്തു. അത് നല്ലൊരു പബ്ലിസിറ്റി അതിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. പിന്നീട് ആണ് ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി രൂപീകരിച്ചപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫെസ്റ്റിവൽ നടത്തുന്ന ചുമതല അക്കാദമി ഏൽപ്പിച്ചു. അപ്പോൾ KSFDC അത് വിട്ടു. ഇപ്പോഴാലോചിച്ചപ്പോൾ ആദ്യത്തെ ഫെസ്റ്റിവൽ ആ വർഷം തന്നെ നടത്താം എന്ന് തീരുമാനിച്ചു. 99 അപ്പോഴത്തേക്ക് നാലാമത്തെ ഫെസ്റ്റിവൽ എണ്ണത്തിൽ നാലാമത്തെ ഫെസ്റ്റിവലാണെങ്കിലും പൂർണ്ണ തോതിലുള്ള ഒരു ഫെസ്റ്റിവലായിട്ട് നടന്നത് അതാണ് ആദ്യം. അതിലെ ഇൻ്റർനാഷണൽ ഫിലിംസ് ധാരാളം ഫിലിമുകൾ അവിടെ വരികയും അത് കോമ്പറ്റേറ്റീവ് ഇതായിട്ട് മാറുകയും അതിന് FIAPFിൻ്റെ അംഗീകാരം കിട്ടുകയും ചെയ്തു. FIAPFിൻ്റെ സെക്രട്ടറി ജനറൽ ഫിലിസ് മുള്ളെ എന്ന് പറയുന്ന വനിത, അവരിതിനെക്കുറിച്ചൊക്കെ നല്ല ഗ്രാഹ്യമുള്ള ഒരാളാണ്. അവർ പാരീസിൽ നിന്നും തിരുവനന്തപുരത്ത് വന്നു. ഈ കൊച്ചു കേരളത്തിൽ നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ പരിശോധിക്കാൻ അവരിവിടെ വരെ വന്ന് നമ്മുടെ ഫിലിം സൂക്ഷിക്കുന്ന രീതി, പ്രദർശിപ്പിക്കുന്ന രീതി, ഇവിടെ നടക്കുന്ന ഡെലിബറേഷൻസ് ഇതൊക്കെ നോട്ട് ചെയ്ത് ഒരു റിപ്പോർട്ടാക്കി ഫെസ്റ്റിവൽ അവസാനം വരെ നിന്ന് തിരിച്ചുപോയി അവരാദ്യം ചെയ്ത സംഗതി ഇതിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. കേരള ഫെസ്റ്റിവലിന് അംഗീകാരം നൽകുക എന്നുള്ളതാണ്. FIAPFിൻ്റെ അംഗീകാരം ഒരു സ്റ്റാൻഡേർഡ് ഫെസ്റ്റിവൽ നടത്താൻ വേണം. അല്ലെങ്കിൽ ഫിലിം FIAPFിൻ്റെ അംഗീകാരമുള്ള ഫിലിം ഫെസ്റ്റിവലാണോ അല്ലയോ എന്നുള്ളത് ഫിലിം മേക്കേഴ്സ് ചോദിക്കും. അപ്പോൾ അങ്ങനെ അത് നടത്തി അതിൽ നല്ലൊരു ജൂറി ചെയർമാൻ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. പക്ഷേ അതിലെ അംഗങ്ങൾ ലോകപ്രശസ്തരായിട്ടുള്ള ആളുകളായിരുന്നു അതിലെ ജൂറി മെമ്പേഴ്സ്. അവർ തിരഞ്ഞെടുത്ത ഒരു സിനിമയെക്കുറിച്ച് ഇന്നലെ പോലും ഇവിടെ വന്ന ഒരു ഡെലിഗേറ്റ് എന്നോട് ചോദിച്ചു. ഫ്ലവേഴ്സ് ഓഫ് ഷാങ്ഹായ്, ചൈനീസ് പടമാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴും ടോക്കുണ്ട്. ആ സിനിമ അധികരിച്ച് ഇപ്പോഴും ഒരു സിനിമ വന്നിട്ടുണ്ട്. അതിന്റെ പ്രമേയമല്ല, ആ സിനിമയാണ് അതിന്റെ പ്രചോദനം കണ്ടെന്ന് ഇപ്പോൾ സംവിധായകൻ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി നടത്താം, കൊച്ചിയിലും കോഴിക്കോടുമായിട്ട് നടത്താം. അത് കഴിഞ്ഞ് കോഴിക്കോട് അടുത്ത എഡിഷൻ. ഇവിടെ ഏറ്റവും ബെസ്റ്റ് ഫിലിംസാണ് കാണിച്ചത്. ഇവിടെ അംബേദ്കർ ആയിരുന്നു ഉദ്ഘാടന ചിത്രമായ ഒരിക്കൽ വന്നത്. അതിന് ശേഷമാണ്. പിന്നെ കോഴിക്കോട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൗലോ പസോളിനിയുടെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. അത് തിയേറ്ററൊക്കെ ഇടിച്ച് താഴെ ഇട്ട ആളുകൾ. അതുൾപ്പെടെയുള്ള ഒരു നല്ല പാക്കേജ് കോഴിക്കോട് ഫെസ്റ്റിവലിൽ നടത്തി. അത് കഴിഞ്ഞ് തിരിച്ചത് തിരുവനന്തപുരത്തേക്ക് വന്നു, 6ാമത് ഫെസ്റ്റിവൽ. അതിൻ്റെ ഫെസ്റ്റിവൽ ഡയറക്ടേഴ്സ് 3 പേരായിരുന്നു. ഒന്ന് KG ജോർജ്, ഒന്ന് നമ്മുടെ പ്രൊഫസർ ശങ്കരമംഗലം, ജോൺ ശങ്കരമംഗലം, പിന്നെ ഒരാൾ ഞാൻ. 3 പേരാണ് ആ ഫെസ്റ്റിവൽ നടത്തിയത്. അതിലും ഏറ്റവും ലോകപ്രശസ്തമായിട്ടുള്ള ചിത്രങ്ങൾ വരുത്തി. നമ്മൾ ഇറാനിയൻ സംവിധായകരെ സമീറ മക്ബൽ ബഫ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവിടെ വന്നു. പിന്നെ ഒരു ഇറാനിയൻ യങ് സിനിമയെക്കുറിച്ചൊരു സെമിനാർ നടത്തി. ഒരുപാട് സെമിനാറുകൾ നടത്തി ഒരുപാടായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്തമായ ഒരു പന്താവിലൂടെ നമ്മൾ ഒരു ട്രാക്കിൽ കയറി. അപ്പോഴത്തേക്ക് ഒരു ട്രാക്കിൽ കയറി വെളിയിലുള്ള ആളുകൾ ഇപ്പം ഡൽഹിയിലൊക്കെ പോയി ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നത്, ഡൽഹി ഗോവയിലേക്ക് മാറിയിട്ടും നമ്മുടെ പെർമനൻ്റ് വെന്യൂ അല്ലേ തിരുവനന്തപുരം, ഇവിടേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇതിൻ്റെ ഈ തിരക്ക് കണ്ടാൽ അറിയാം. പക്ഷെ നമ്മുടെ ഫെസ്റ്റിവൽ ഇങ്ങനെ സുഗമമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോഴും I&D മിനിസ്ട്രി 19 സിനിമയെ തടസ്സപ്പെടുത്തുകയും അതൊരു ഡിസ്റ്റർബൻസ് ആവുകയും ചെയ്യും. ഷെഡ്യൂള് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ വീണ്ടും അത് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. സിഗ്നേച്ചർ ഫിലിം വന്നു തുടങ്ങിയെന്നു. സിഗ്നേച്ചർ ഫിലിം ഏത് ഫെസ്റ്റിവലാണ് വന്നത്? സിഗ്നേച്ചർ ഒരു കൃത്യമായ തീയതി നോക്കിയാലേ പറയാനുള്ളൂ. ഓരോ തവണയും ഓരോ
ഓരോ തീം. നമുക്ക് ലാറ്റിൻ അമേരിക്ക സിനിമകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്ക മാത്രമല്ല ഏഷ്യ, ഏഷ്യ. ലാറ്റിൻ അമേരിക്ക സിനിമകളാണ്. ഒരു 30-ാമത്തെ വർഷം ഏ? ലോക സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം പെട്ടെന്നൊന്ന് പറയാനാണ്. ലോക സിനിമയ്ക്ക് വന്നിട്ടുള്ള മാറ്റം ഈ പിന്നെ അനലോഗ് മോഡിൽ നിന്നും ഡിജിറ്റൽ മോഡിലോട്ട് വന്നപ്പോഴുള്ള ഒരു ഇതാണ്. പഴയ കാലത്ത് പടം ചെയ്തിട്ടുള്ള പലരും അതിൽ നിന്നും ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് വിഡ്രോ ചെയ്തിട്ടുള്ളവരുണ്ട്. ചിലർ പഴയവരെ ഒന്ന് പിന്നെ സ്വയം എഡ്യൂക്കേറ്റ് ചെയ്ത് ഇതിലോട്ട് വന്നിട്ടുണ്ട്. മറ്റേ ഒരു പാറ്റേൺ ഉണ്ട് വർക്ക് ചെയ്യുന്നത്. അനലോഗ് മോഡിൽ ഫിലിം മോഡിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു പാറ്റേൺ ഉണ്ട്. അത് പിന്തുടർന്ന് പോകുന്നവരാണ് പഴയ ആളുകൾ. ഒക്കെയാണ് ഞാൻ കുറച്ച് ആളെ നമ്മൾ ഈ ഫെസ്റ്റിവലിൽ കാണുന്നത്. അപ്പോൾ ഈ ഫെസ്റ്റിവലിനകത്ത് ഒരുപാട് പുതിയ സംവിധായകർ വന്നിട്ടുണ്ട്. എഴുത്തുകാർ, സംവിധായകർ, ഈ IFFKയുടെ പങ്കെടുത്തവരെ അവരൊക്കെ സിനിമകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ തലമുറ വളർത്തിയെടുക്കേണ്ട വസ്തുതയാണ്. അത് എങ്ങനെയാണ് സാറിന്? തലമുറയെ നമ്മൾ വളർത്തിയല്ല, തലമുറ തന്നെ വളർന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഈ തലമുറ മാറ്റമുണ്ടല്ലോ. ഇപ്പം ജെൻസിക്ക് ഈ പഴയ ആളുകൾ ജെൻ-എക്സും ഒക്കെ കണ്ടിട്ടുള്ള ഒരു പിന്നെ പാറ്റേൺ അല്ല പടം കാണുന്നത്, എൻ്റെ സമീപനവും. അപ്പോൾ അതനുസരിച്ചുള്ള ഒരു വളർച്ച സിനിമയിലും വന്നിട്ടുണ്ട്.